എല്ലാവർക്കും സ്നേഹത്തോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുന്നംകുളം മുനിസിപ്പാലിറ്റി. നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ കടന്നു ചെന്ന ഉടനെ തന്നെ വസന്ത ചേച്ചിയെ കാണാം. പൂക്കളെ പോലെ മനോഹരമായി ചിരിച്ച് ഓടി നടക്കുന്ന വസന്ത ചേച്ചി. ഞാൻ പൂക്കളയുടെ വീഡിയോ ചെയ്യാനല്ല അവിടെ എത്തിയത്, പക്ഷേ വസന്ത ചേച്ചിയുടെ ഉത്സാഹവും കഠിനാധ്വാനവും കണ്ടപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഓരോന്ന് വിളിച്ച് എന്നെ കാണിച്ചു തരികയാണ്, മുന്തിരിത്തോട്ടവും എല്ലാം. ചേച്ചിയാണല്ലേ ഇതിൻ്റെ ഫുൾ? പേരെന്താ? എവിടെ വീട്? ഓക്കെ. അപ്പോൾ കണ്ടുവല്ലോ, കുന്നംകുളത്തിൻ്റെ അന്നദാതാവ് എന്ന് പറയാം സുഭിക്ഷ ഹോട്ടൽ. വിശപ്പ് രഹിതം, വിഷരഹിതം എന്നും പറയാം നമുക്ക്. 20 രൂപയ്ക്ക് ഊണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു, എനിക്ക് ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ സാധിച്ചില്ല. 20 രൂപയ്ക്കോ? ഇപ്പോൾ വനിതാ ഹോട്ടലാണ് കേട്ടോ, ജനകീയ ഹോട്ടൽ എന്ന് പറയാം. രാവിലെ അവിടെ അത് തുറക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കും തോന്നി. പാഴ്സൽ കൗണ്ടർ, അവിടെയുള്ള തിരക്ക്, മിതമായ നിരക്കിൽ എന്നും ഒരേ മെനു ആണ് കേട്ടോ. സാമ്പാർ വയ്ക്കാൻ ഉദ്ദേശിക്കണം, നമുക്ക് ഇതിൽ വെച്ചാൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവിടെ പുറത്തിറക്കി. അപ്പോൾ ഇതിൽ വെള്ളം ചൂടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കും. ഇത് ഇഡ്ഡലി കോഴിക്കോട്ട എണ്ണ റെഡിൽ വയ്ക്കുക. ഇത് കിട്ടില്ലേ, അവിടെ സ്റ്റീം കയറിയതിനായിരിക്കും ഓണാക്കാൻ പറ്റുള്ളൂ. കേരളത്തിലെ 52 സുഭിക്ഷ ഹോട്ടലുണ്ട്. അതിലെ മോഡൽ പ്രൊജക്റ്റാണ് നമ്മുടെ കുന്നംകുളത്തെ സുഭിക്ഷ. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഭക്ഷണം തയ്യാറാക്കുന്നതെന്നും എത്ര കൃത്യതയോടെ, എത്ര ആത്മാർത്ഥതയോടെ ഓരോരുത്തരും അവിടെ ജോലിയെടുക്കുന്നതെന്നും നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ ജനകീയ ഹോട്ടൽ ഇത്രയും വിജയകരമായതെന്ന് അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ സ്നേഹവും അവരുടെ ഒത്തൊരുമയുമാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയം. അപ്പോൾ നമുക്ക് അവരുടെ രാവിലത്തെ ഒന്ന് കാണാം അല്ലേ?
നമ്മുടെ സുഭിക്ഷയുടെ അടുക്കള. എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ ആത്മാർത്ഥതയോടെ ഒരു ജോലി ഇന്ന ആൾക്ക് എന്ന നിയമം അവിടെ ഇല്ലാത്രേ. എല്ലാവരും ഓടി നടന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം ഒരാൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത ദിവസം വേറെ ആളായിരിക്കും ഉപ്പുമാവ് ഉണ്ടാക്കുക. ഉപ്പുമാവ്, സാമ്പാർ, ഇഡ്ഡലി, ദോശ, പിട്ട്, പിന്നെ തോരൻ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നും ഒരേ മെനു തന്നെയാണത്രേ. പിന്നെ മോര്, രസം അങ്ങനെ ഉണ്ടായിരിക്കും. മോരുള്ള ദിവസം രസം ഉണ്ടായിരിക്കില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് മെനു ചേഞ്ച് ചെയ്യാൻ അവർ ശ്രമിച്ചു അത്രേ. പക്ഷേ എല്ലാവർക്കും സാമ്പാർ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഭക്ഷണം അവിടെ സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിന്ന് മനസ്സിലായല്ലോ അവിടുത്തെ ആത്മാർത്ഥതയും ഒത്തൊരുമയും എല്ലാവരും കൂടി ജോലി ചെയ്യുന്ന രീതിയും വൃത്തിയും എല്ലാം നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലാണ്. നല്ല ഭക്ഷണം എവിടെ കിട്ടുന്നു അവിടെ ആൾക്കാർ ധാരാളമായി വരും. അതിന് സുഭിക്ഷമായ ഹോട്ടൽ, കുന്നംകുളത്തിൻ്റെ അന്നദാതാവ് എന്ന് പറയാം. എല്ലാവരും സുഭിക്ഷ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ഞാൻ കുറേ ദിവസമായി കാണുന്നത്. നല്ല ഭക്ഷണമാണ് എല്ലാ ഭക്ഷണം. ഇഡ്ഡലിയിലെ ചമ്മന്തി സൂപ്പറാണ്. പിട്ടിൽ എന്നും കടലക്കൂട്ടാനായിരിക്കും. അപ്പോൾ മെനു ഒന്നും അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് സുഭിക്ഷ തുറക്കാനായിട്ട്. അപ്പോൾ അത്ര ഡിമാൻഡാണ്. കുന്നംകുളത്തിൻ്റെ അന്നദാതാവ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതെല്ലാം മാനേജ് ചെയ്യുന്നതും എല്ലാവരെയും ഒത്തൊരുമയും കൂടി കൊണ്ടുവന്നത് അനിതയാണ്. അനിതയുടെ വാക്കുകൾ കൂടെ സുഭിക്ഷ എങ്ങനെ ഇത്ര വിജയകരമായി നടത്തുന്നു. 52 സുഭിക്ഷ കേരളത്തിലുണ്ട്. പക്ഷേ ഏറ്റവും നമ്പർ 1 മോഡലായി നമ്മുടെ കുന്നംകുളത്തിൻ്റെ സുഭിക്ഷ എന്തുകൊണ്ട് നടത്തപ്പെടുന്നു അതൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ. അനിതയുടെ വാക്കുകളിൽ കൂടെ കൂടുതലായി നമുക്ക് സുഭിക്ഷയെക്കുറിച്ച് അറിയാൻ സാധിക്കും.
ഹലോ മാം, പേരെന്താ? അനിത. അപ്പോൾ ഇത് കുടുംബശ്രീയുടെ പ്രൊജക്റ്റാണോ? അതെ, പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിലുള്ള സുഭിക്ഷ പ്രൊജക്റ്റാണ്. ഇത് നമ്മളിത് മാനേജ് ചെയ്യേണ്ട ഒരു ഐഫ്രം എന്നൊരു കുടുംബശ്രീയുടെ യുവശ്രീ ഗ്രൂപ്പാണ്. കുടുംബശ്രീയായിട്ട് ബന്ധമുള്ളതാണ്. വർഷങ്ങളായിട്ട് കുടുംബശ്രീയുടെ ഒപ്പം നിന്നിട്ട് ഈ മേഖലയിൽ അതായത് ഫുഡിൻ്റെ മേഖലയിൽ നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു യുവശ്രീ ഗ്രൂപ്പാണത്. കുടുംബശ്രീയുടെ ഗ്രൂപ്പ് തന്നെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാനം ഒട്ടാകെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സാധാരണക്കാരായ കുടുംബശ്രീ ചേച്ചിമാർക്ക്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇതിൽ നിന്നും മികച്ച വനിതകളുണ്ടാവും ഫുഡിൻ്റെ മേഖലയിൽ. അവരെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലേക്കടക്കം ഫുഡ് ഫെസ്റ്റ് ഭക്ഷ്യമേളയോടനുബന്ധിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും വിപുലമായി വ്യാപിച്ച് കിടക്കുന്ന ഒരു ട്രെയിനിങ് സെൻ്ററാണ്. അതർ സ്റ്റേറ്റിലടക്കം ട്രെയിനിങ് കൊടുത്ത് ക്യാൻറ്റീനുകൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐഫ്രം എന്ന ഒരു യുവശ്രീ ഗ്രൂപ്പാണ്, കുടുംബശ്രീയുടെ യുവശ്രീ ഗ്രൂപ്പാണ് നമ്മുടെ കുന്നംകുളം സുഭിക്ഷയും മാനേജ് ചെയ്യുന്നത്. അതായത് ആദ്യം ഇത് സുഭിക്ഷ തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ കുടുംബശ്രീക്ക് ട്രെയിനിങ് കൊടുത്തതും ഐഫ്രമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭ ഐഫ്രത്തിനെ ഈ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചത്. അപ്പോൾ 5 വർഷമാവുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അടച്ചുപൂട്ടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും അത് തരണം ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് എത്ര ചിലവ് വരുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തുടക്കത്തിൽ നമുക്ക് 27 രൂപയ്ക്കാണ് അരി നമ്മൾ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് 41 രൂപയായിട്ട് വർദ്ധിക്കുന്നത്. ഇതൊരു ഉദാഹരണം മാത്രം. ഇതുമായി ബന്ധപ്പെട്ട് പലചരക്ക് സാധനങ്ങൾ, അത് പച്ചക്കറികൾ, ഇങ്ങനെയുള്ള എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും ഇപ്പോഴും നമ്മൾ 20 രൂപയ്ക്ക് നല്ല രീതിയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള സുഭിക്ഷ പ്രൊജക്റ്റ് ആയി തീർന്നിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ MLA ശ്രീ AC മൊയ്തീൻ അവർകളാണ്. അവരാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് നഗരസഭ ഏറ്റെടുത്തു. നഗരസഭ ഇതിനു വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട്, വലിയൊരു തുക തന്നെ ബിൽഡിങ്ങിനൊക്കെ അടക്കമുള്ളൊരു തുക മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട്, കോഴിക്കോട്, അങ്ങനെയുള്ള സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ല രീതിയിൽ ഈ നഗരസഭ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥലം ഇത്ര ഒരു ബിൽഡിങ് കെട്ടിയിട്ടുള്ളതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിൽ തന്നെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ തന്നെ 20 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ലൊരു രീതിയിൽ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും ഇതുമൂലം സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും വലിയ സപ്പോർട്ട് നഗരസഭയുടെയും അതോടൊപ്പം തന്നെ പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് പൊതുവിതരണ വകുപ്പിൻ്റെ സപ്പോർട്ടും ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പറയാനായിട്ടുള്ള ജനപ്രതികളുടെ സപ്പോർട്ടാണ്. കൃഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു സപ്പോർട്ട്, അത് നമ്മുടെ ഒരു പ്രൊജക്റ്റ് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു സഹായകമാണ്. ആ ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഇവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ വലിയൊരു സപ്പോർട്ട്, അവരെ പറഞ്ഞ് പുതിയ ആളുകൾ പോലും ഇവിടേക്ക് വരാറുണ്ട്. അതൊക്കെ അവർ പോലും അവരുടെ ഒരു സ്ഥാപനമായിട്ട് ഇവിടെ കുന്നംകുളത്തെ സാധാരണക്കാരായ ആളുകളും എല്ലാ വിഭാഗം ജനങ്ങളും അവരുടെ ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് ഇതിനെ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. വളരെ നന്നായിട്ട് നടക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായി ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ വളരെ നന്നായിട്ട് നടക്കുന്നു. പക്ഷെ ഒരു സജഷൻ മാത്രം, ഇവിടെ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി വിജയമാവുന്നൊരു തോന്നൽ. ഓക്കെ, അത് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ തുടക്കം മുതൽ വാങ്ങിയിരുന്നു. കർഷകരിൽ നിന്നും പച്ചക്കറി വാങ്ങിയിരുന്നു. ഇപ്പോഴും വാങ്ങുന്നുണ്ട്. നാളികേരം, അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ, വെജിറ്റബിൾ, എല്ലാ പച്ചക്കറികൾ വേറെ. ആ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ഇവിടെ കൊണ്ടുവരുന്ന ആളുകൾ പരമാവധി ഇവിടേക്ക് പച്ചക്കറി എത്തിക്കാറുണ്ട്. അവർക്കൊരു സഹായം തന്നെയാണ്. നമുക്കൊരു കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ റേറ്റ് ചിലപ്പോൾ ഒരിക്കലും കിട്ടിയെന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അതിനേക്കാൾ നല്ലൊരു റേറ്റിൽ ഇവിടെ കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റുമായിട്ട് ഒരു 20 രൂപയ്ക്ക് ഭക്ഷണം നമ്മൾ തയ്യാറാക്കുന്നത്, അതിന് ചിലവ് വരുന്നത് 41 രൂപയോളം, 45 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അതിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള റേറ്റിലുള്ള പച്ചക്കറികൾ ആര് കൊണ്ടുവരുന്നു അവരെ നമ്മൾ സ്വാഗതം ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മുടെ നഗരസഭകളിൽ നിന്ന് മാത്രമല്ല, മറ്റ് ചൂണ്ടൽ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നടക്കം കർഷകർ പച്ചക്കറി
കായ അടക്കം ഇവിടെ കൊണ്ടുവന്നിട്ട് തരാറുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തരാവുന്ന റേറ്റിന് അനുസരിച്ച് കർഷകർ തയ്യാറാവുകയാണെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ നമ്മൾ തയ്യാറാണ്. അത് റേറ്റ് നമുക്ക് അനുയോജ്യമായ റേറ്റും കൂടി ആവണം. എന്താ വെച്ചാൽ 20 രൂപയ്ക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ മനോഹരം പറഞ്ഞൊരു ചേട്ടനുണ്ട് നമ്മുടെ നഗരസഭയിൽ, നല്ല രീതിയിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ആ ചേട്ടൻ്റെ വീട്ടിലുള്ളത് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ആ ചേട്ടന് ഒരു കർഷക വിങ്ങ് തന്നെ ആ ചേട്ടൻ്റെ ഇതിലുണ്ട്. അവരുടെയൊക്കെ പച്ചക്കറികൾ ഇവിടേക്ക് വരാറുണ്ട്. വളരെ നന്നായി. നാളികേരമൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഞങ്ങൾക്ക് അത്യാവശ്യം നാളികേരമൊക്കെ വേണ്ടതാണ്. അപ്പോൾ അതൊക്കെ കർഷകരിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നമ്മൾ തയ്യാറുമാണ്. അവർക്കൊരു സഹായമാണല്ലോ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ക്ഷീര സംഘങ്ങളിൽ നിന്ന് പാലെടുത്തിരുന്നു. അതൊരു മെസ്സിൻ്റെ ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിലേക്കായിട്ട് പാലടക്കം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ കർഷകർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അനിത, ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കുറേ ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമല്ലോ. അത് എങ്ങനെയാണ് അതൊക്കെ കൊണ്ട് നടത്താൻ സാധിച്ചത്? ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സാധാരണക്കാരായ സ്ത്രീകൾക്ക് ലോൺ എടുത്തിട്ട് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് മറ്റുള്ള ഞാൻ പലയിടത്തും കണ്ടതിനേക്കാൾ ഇതായിട്ട് ഈ കുന്നംകുളം നഗരസഭയിൽ കണ്ടിട്ടുള്ളത്, ഇതിന് വേണ്ടിയിട്ട് വലിയൊരു ഫണ്ട് നഗരസഭ വെച്ചിട്ടുണ്ട്. 62 ലക്ഷത്തോളം രൂപയാണ് അന്ന് ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ വെച്ചിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ 100-110 കിലോ അരിയൊക്കെ വെച്ച് പോകുന്നതാണ്, ഡെയിലി വെച്ച് പോകും. അപ്പോൾ അതടക്കം വെക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റീമർ മറ്റുള്ളവയൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു 25 ലക്ഷം രൂപ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിൽ ഒരു 15 ലക്ഷത്തോളം, അത് നമുക്ക് കിട്ടിയത് സ്റ്റേറ്റിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ലഭിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു വലിയൊരു സഹായമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിന് തീർന്നിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് നഗരസഭ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നഗരസഭയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശുചിത്വ മേഖലയിൽ പൂർണ്ണമായിട്ടും ഇവിടെ ക്ലീൻ ആയിട്ട് പോകുന്നത്, നമ്മുടെ ഇവിടെ വരുന്ന വേസ്റ്റുകളടക്കം കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം നഗരസഭ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സഹായകമാണ്. ഇലക്ട്രിസിറ്റി നമ്മൾ ആദ്യം പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിൽ നിന്നാണ് നമ്മൾ ഒരു 2 വർഷത്തോളം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ കറണ്ട് ബില്ല് അടച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു നമുക്ക് ബില്ല് ഒരു 13,000-14,000 രൂപയുടെ അടുത്ത് വരും. അത് നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. മെല്ലെ സോളാറിലേക്ക് ആക്കാം. അല്ല, സബ്സിഡിയൊക്കെ ഉണ്ടല്ലോ. സബ്സിഡി നമുക്ക് പ്രതീക്ഷ നമ്മുടെ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ സബ്സിഡി കിട്ടിയെന്ന് വരില്ല. അതിനനുസരിച്ച് സ്ഥാപനം മുന്നോട്ട് നമുക്ക് അനുയോജ്യമായ രീതിയിൽ എന്തായാലും മുന്നോട്ട് പോകണമല്ലോ, ആ രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അനിത, കേരളത്തിലെ നമ്പർ 1 ഈ സുഭിക്ഷയുടെ വിജയരഹസ്യം എന്താണെന്ന് പറയുന്നത്? ഇതിപ്പോൾ തുടക്കത്തിൽ 20 രൂപയ്ക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ചോദിച്ച ഒത്തിരി പേരുകളുണ്ട്, അതും സ്ത്രീകളെ വെച്ചുകൊണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 5-ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി ആകുമ്പോഴേക്ക് 2025 ഫെബ്രുവരി ആയിരുന്നു 5 വർഷമാണ് പോവുകയാണ്. ഇതിൽ 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഏതൊരു സംരംഭമായാലും പ്രതിസന്ധികളുണ്ടാവും. ആ പ്രതിസന്ധികളും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് മുന്നോട്ട് പോകാൻ സാധിച്ചത് എല്ലാവരുടെ സഹകരണമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എന്ന് പറയുന്നത് 20 പേരാണ്. 8 പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ. ഇപ്പോൾ 20 പേരാണ് ഉള്ളത്. ആ 20 പേരും നല്ലൊരു കൂട്ടായ്മയോടെ ഒരു വീട് എന്ന നിലയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് തന്നെ നല്ലൊരു ഇതായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ വീട്ടിലെ ഒരു ഇതിനും നല്ല രീതിയിലാണ്, അവരുടെ വരുമാനം വർദ്ധിക്കുന്നതിനും നല്ലൊരു സഹായകമാണ്. 4 വർഷമായിട്ട് 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ റേറ്റിനൊരു വ്യത്യാസം വന്നിട്ടില്ല. ഇവിടെയുള്ള നോൺ വെജ് വിഭവങ്ങൾക്കടക്കം മിതമായ നിരക്കിലാണ് 30 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. അത് സാധാരണക്കാർക്ക് വലിയൊരു സഹായകമാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, പുറത്ത് പോയിട്ട് ഡെയിലി ഒരു 80 രൂപയോ 100 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ ഇവിടെ ഡെയിലി 20 രൂപ
ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ എത്ര സേവിങ്സ് അവരുടെ ജീവിതത്തിൽ പോലും ഒരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിജയരഹസ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡെയിലി ഇതിൻ്റെ വരവ് ചെലവുകൾ നോക്കും. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്യുന്ന പച്ചക്കറികൾ അതൊക്കെ നമ്മൾ സെലക്റ്റീവായിട്ടാണ് എടുക്കാറുള്ളത്. സീസണബിളായ പച്ചക്കറികൾ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ഇടങ്ങളിലുള്ള ഓരോ അണുവിലും വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെ ഒരു മോഡൽ പ്രൊജക്റ്റാണ്. ഇപ്പോൾ പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിൽ 52 സുഭിക്ഷകൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഈ കുന്നംകുളം നഗരസഭയിലുള്ള ഈ കുന്നംകുളം സുഭിക്ഷയാണ് മോഡലായിട്ട് അവർ ഉയർത്തി കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലൊക്കെ ഈ കുടുംബശ്രീ ഹോട്ടലുകൾ തുടങ്ങുമ്പോൾ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. ഈ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലടക്കം നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകളെ എത്താറുണ്ട്. അവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ അല്ലേ. ഇത് നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് അവർക്കൊരു സപ്പോർട്ട് കൂടിയാണ്. പരമാവധി സഹായങ്ങൾ നമ്മൾ ആ മേഖലയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുഭിക്ഷകളിൽ നിന്നായാലും ഒക്കെ ചേച്ചിമാർ എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിളിക്കാറുണ്ട്. അവർക്കൊരു വാക്കാലുള്ളൊരു സപ്പോർട്ട് പോലും നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. മറ്റു കുടുംബശ്രീ ക്യാൻറ്റീനുകൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ്. വിളമ്പി കൊടുക്കുന്നവർക്കും അത് തയ്യാറാക്കി നൽകുന്നവർക്കും 100 കോടി പുണ്യമാണെന്ന് ഞാൻ പറയുന്നു. ഇത് എല്ലാവരുടെയും കൂടി സഹകരണത്തോടെ ഇനിയും നന്നായി, വളരെ നന്നായി, എത്രയും നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.